ആലപ്പുഴ ജില്ലയിൽ 20-ലധികം തദ്ദേശ സ്ഥാപനങ്ങളിൽ തൂക്ക് ഭരണസമിതികൾക്ക് കളമൊരുങ്ങിയതോടെ ഭരണം പിടിക്കാനുള്ള നീക്കവുമായി LDFും UDFും. എന്നാൽ ഇരു മുന്നണികളുടെയും പിന്തുണ തേടുകയോ അവർക്ക് പിന്തുണ നൽകുകയോ ചെയ്യേണ്ട എന്ന തീരുമാനത്തിലാണ് BJP. അതേസമയം മാവേലിക്കര നഗരസഭാ ഭരണത്തിനായി സ്വതന്ത്രന്റെ പിന്തുണയ്ക്കായുള്ള നീക്കവും മൂന്ന് മുന്നണിയും തുടരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലൊന്നാണ് മാവേലിക്കര നഗരസഭ. 28 വാർഡുകളുള്ള നഗരസഭയിൽ മൂന്ന് മുന്നണികളും 9 വീതം സീറ്റ് നേടിയപ്പോൾ ആര് ഭരിക്കണമെന്നതിൽ നിർണായകമാകുക CPM റിബലായി മത്സരിച്ച് ജയിച്ച KV ശ്രീകുമാറിന്റെ നിലപാടാകും. ഇതുവരെയും ഒരു മുന്നണിക്കും ശ്രീകുമാർ ഒപ്പമുണ്ടെന്ന് ഉറപ്പിക്കാനായിട്ടില്ല. ഇതേസമയം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലും ആല, വെൺമണി, കൃഷ്ണപുരം, മുതുകുളം, തൈക്കാട്ടുശ്ശേരി, മുട്ടാർ, നീലമ്പേരൂർ, കാർത്തികപ്പള്ളി, വിയ്യപുരം തുടങ്ങി 20-ലധികം ഗ്രാമപഞ്ചായത്തുകളിലും BJP നിലപാടാണ് നിർണായകമാവുക. എന്നാൽ മറ്റ് രണ്ട് മുന്നണികളും പരസ്പരം കൈകോർക്കാനും ഘടകകക്ഷികളെ ഒപ്പം കൂട്ടാനും ആലോചിക്കുന്നുണ്ടെങ്കിലും LDFനോ UDFനോ പിന്തുണ നൽകാനോ അവരുടെ പിന്തുണ തേടാനോ ആലോചിക്കേണ്ട എന്ന നിലപാടാണ് BJPക്കുള്ളത്. ഇതേസമയം ചെന്നിത്തല പഞ്ചായത്തിലെ 16 വാർഡുകളിൽ 6 വീതം സീറ്റ് UDFും NDAയും നേടിയപ്പോൾ 5 സീറ്റ് LDFും 1 വാർഡ് സ്വതന്ത്രനുമാണ് നേടിയത്. ഇവിടെ മുന്നണികൾ പരസ്പരം കൈകോർത്തില്ലെങ്കിൽ സ്വതന്ത്രനെ ഒപ്പം കൂട്ടി ഭരണം പിടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. മുതുകുളം പഞ്ചായത്തിൽ LDFനും UDFനും 5ഉം NDAയ്ക്ക് 4 സീറ്റുമാണ് നേടാനായത്. 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ സ്വതന്ത്രനായി വിജയിച്ച ലാൽ മാളവിയെ ഒപ്പം കൂട്ടി ഭരണം നേടാനുള്ള നീക്കവും സജീവമാണ്. വിയ്യപുരം പഞ്ചായത്തിലെ 13 വാർഡിൽ LDFും UDFും 5 സീറ്റ് നേടിയപ്പോൾ ശേഷിക്കുന്ന 3ഇടങ്ങളിൽ BJPയും SDPയും സ്വതന്ത്രനും വിജയിച്ചു. ഇതിൽ സ്വതന്ത്രനെ ഒപ്പം കൂട്ടി ഭരണത്തിലെത്താൻ CPMും കോൺഗ്രസും ശ്രമിക്കുമ്പോൾ സ്വതന്ത്രന് ഉപാധ്യക്ഷ സ്ഥാനം നൽകുന്നതിനെതിരായി CPI രംഗത്തുണ്ട്. ജനം, ആലപ്പുഴ.